നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. നല്ല രാത്രിയാണ്. എന്താ പറയുക, നമ്മൾ ഈ കുറച്ച് നാളുകളായി നമ്മൾ നല്ല രാത്രിയിൽ യാത്ര ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മളൊരു കിളയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അവിചാരിതമായിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു കൊള്ളുന്നു. കരിയിൽ അനങ്ങുന്ന സൗണ്ട് ഇട്ട് പുള്ളിക്കാരൻ ലൈറ്റ് ഇട്ടപ്പോൾ 2 അതിഥികൾ ഇങ്ങനെ ചുറ്റി പെനഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നെന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ പെനഞ്ഞ് കിടന്നിട്ട് അത് പെട്ടെന്ന് വന്ന് ഒരു ഷെഡുണ്ട്, ഷെഡിനകത്ത് വാതിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പുണ്ട്, അതുവഴി അകത്തേക്ക് കയറിയെന്ന്. പുള്ളിക്കാരൻ ഉടനെ തന്നെ എന്നെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കിളയിൽ നിർത്തി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറിയാൽ ഇറങ്ങിപ്പോയാൽ പിന്നെ അതോടെ പണി കഴിഞ്ഞു. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? ആദ്യം അതാണ് അന്വേഷണം. സുഖമായിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എവിടെ ജോലി എന്ന് പറഞ്ഞാൽ? ഞാൻ പബ്ലിക് ഓഫീസിൽ നാഷണൽ ജോലിയിലാണ്. ഇപ്പം അത് എന്നും ഇവിടെ വരാറുണ്ടല്ലേ? നായുണ്ടല്ലേ? നായ്ക്ക് ചോടുക വന്നത് പണി ഇദ്ദേഹത്തിനെ കാണുന്നത്. പോയിട്ടില്ല രണ്ടുപേരും? ഇതിനകത്ത് കയറി പോയിട്ടില്ല. ഇതിനടി ഗ്യാപ്പ് ഉണ്ടല്ലേ? ഓ ഈ ഗ്യാപ്പ് ഉണ്ടല്ലേ? ഇത്രയും ഗ്യാപ്പ്. ഇതുകൂടെ അങ്ങ് ഈ വല ശാണ്ട് ഇറക്കിയിട്ടെങ്കിൽ കയറൂലായിരുന്നു. എങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ പോലെ. പക്ഷേ ഇങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇങ്ങോട്ട് പോയില്ലെങ്കിൽ താഴോട്ട് ഒത്തിരി പറമ്പല്ലേ. അപ്പോൾ ഇതിനകത്ത് ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. പോയിട്ടില്ല ഉറപ്പായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മൾ പ്രത്യേകിച്ച് പേര്? എൻ്റെ പേര് സന്തോഷ്. പ്രത്യേകിച്ച് നന്ദി. എന്തെന്നറിയാം, നമുക്ക് ഇണചേരുന്ന അതിഥി, ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഇണചേരുന്ന അതിഥിയാണ് നമ്മുടെ സന്തോഷ് ജി നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ആശാന്മാർ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. പോയിട്ടില്ലെന്ന് പക്ക അല്ലേ? പോയിട്ടില്ലെന്ന് പക്ക. അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. കാരണം ഇത് ഒത്തിരി വല കെട്ടിക്കിടക്കണം. എന്തായാലും പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം ഇവിടുന്ന് മാറിയിട്ടില്ല. കാരണം പുള്ളിനകത്ത് കയറുന്നതുവരെ പുള്ളിക്കാരൻ ഇവിടെ തന്നെ നിന്നു. പിന്നെ നിന്നത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും മാറിയിട്ടില്ല. ഉറപ്പായിട്ട് ഇതിനകത്ത് കയറുന്ന കണ്ട സമയം തൊട്ട് നമ്മൾ വരുന്നത് വരെ പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഈ ഇണയുള്ളതായതുകൊണ്ട് രണ്ടുപേരും ഒരിടത്ത് തന്നെ കാണും. വല വേണ്ട റുമ്പ്. കടിയുറുമ്പല്ല, ചോലനാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. പുള്ളി പറഞ്ഞത് കറക്റ്റ്. എങ്ങും പോയിട്ടില്ലതായിരിക്കും. രണ്ട് മൂലയിൽ നല്ലതുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതും കൂടി ഒന്ന് മാറ്റാം. നല്ല വല. നമുക്ക് വെട്ടമില്ല, കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ എന്തായാലും രണ്ടുപേരും ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ഓവൽ ഷേപ്പിൽ ചേരയുടെ മുട്ട പോലെ ഇതാ മടങ്ങിയിരിക്കുന്നതോ. ഒന്ന് ധരിക്കുന്നതോ ഇതാ. അപ്പോൾ അതൊക്കെ ഞാൻ നീക്കിത്തരാം. ആടിപ്പൊളി. എൻ്റെ അമ്മ സൂപ്പർ. എന്തായാലും അടിപൊളി. ഒരു രക്ഷയില്ല. രണ്ടും നല്ല ഒന്നാം ക്ലാസ് എന്നല്ല, ഒരു 28ൻ്റെ ക്ലാസ് പണി. സൂപ്പർ. നല്ല ഒത്ത ഒരു പെൺ അണലിയും നല്ല ആരോഗ്യമുള്ള
അതുപോലെ ആണല്ലേ. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞൊരു 8 ദിവസം കൊണ്ട് ഇവിടെ ഈ കരിയിലയുടെ അനക്കം കണ്ടു. പക്ഷേ പുള്ളി ഇങ്ങോട്ട് വരാറില്ല. പുള്ളിക്ക് ഇവിടെ ഈ റൂം വരെ വരാറുള്ളൂ. പിന്നെ അവിചാരിതമായിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് അത്രേ ഉള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് വരാറില്ല. ആ റൂമിലിരിക്കും, 2 മണിക്കൂറിരിക്കും. പുള്ളി ജോലിയുള്ള ആളാണ്. അപ്പോൾ എന്നും വീട്ടിൻ്റെ പരിസരമൊക്കെ വീക്ഷിക്കാൻ വേണ്ടി മാത്രം നിത്യേന വരും, നായ്ക്ക് ചോറെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്ന പുള്ളി വരച്ച് എലിയോ പരിച്ചാടി എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അല്ല, ഇത് തന്നെയാണ്. ഇവിടെ ഇണചേരലായിരുന്നു. ഇത് വന്ന ഉടനെ മാറ്റായി പോവുകയില്ല. 2-3 ദിവസം ഇങ്ങനെ മാറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചതിന് ശേഷം മാത്രമേ പാമ്പുകൾ സാധാരണഗതിയിൽ ഇണ ചേരാറുള്ളൂ, ഇണയാവാറുള്ളൂ, മാറ്റ് ആവാറുള്ളൂ, അല്ല ഇണയാവാറുള്ളൂ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇന്നായിരിക്കത്തില്ല ഇണ ചേർന്ന്. ചിലപ്പോൾ 2-3 ദിവസം മുമ്പേ ചേർന്നിരിക്കാം. പക്ഷേ പെണ്ണതിഥി പടം പൊഴിക്കാറായിരിക്കുന്നു. അത് മാത്രം അദ്ദേഹത്തിൻ്റെ വയറ് നോക്കി, വയറൊക്കെ നല്ല തുടിഞ്ഞിരിക്കുന്നു, നല്ല തുടി നിറഞ്ഞിരിക്കുന്നു. മറ്റേ അദ്ദേഹം നല്ല ഉണങ്ങിയിട്ട്, അത് അധികം പടം പൊഴിക്കാറായതല്ല. പെണ്ണതിഥി എന്തായാലും പടം പൊഴിക്കാറായതിനെ ഒരു സ്ഥലത്ത് ഒരു ജോഡി അതിഥികൾ ഇണചേരുന്ന സമയത്ത് 1 or 2 ആ ഇണചേരുന്ന ഒരു പെയർ ആയിരിക്കുകയില്ല, അതിൽ കൂടുതൽ ആണല്ലേ അതിഥികളുണ്ടാവും. സൂക്ഷിക്കണം. അപ്പം നിങ്ങൾ ചിലപ്പോൾ അന്തം വിട്ട് ചില കുട്ടികൾ ഇണചേരയില്ല, നമ്മൾ അടുത്ത് പോയി ദൂരെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് ചപ്പിനകത്ത് ചവിട്ടുമ്പോൾ കടി വരാൻ സാധ്യത കൂടുതലാണ്. അണലിയുടെ കടി ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട്. ഏറ്റവും ഞാൻ അറിയാമല്ലോ, മരണം വളരെ കഷ്ടമാണ്, അനുഭവിച്ചേ മരിക്കത്തുള്ളൂ. നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവുന്നു, കിഡ്നിയുടെ പ്രോബ്ലംസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ഈ 2 പേരെയും ഒന്ന് കാണാം, പരിചയപ്പെടാം. ആ PVC പൈപ്പിങ് ഒരു ഈ പൈപ്പ്, ഇത് ചെറിയ പൈപ്പാണ്. ഇതുകൊണ്ട് നമ്മളവർ തൊട്ടാൻ ശ്രമിക്കുന്നത് അപകടമാണ്. കാരണം നീളം കുറവായതുകൊണ്ട് പെട്ടെന്ന് ചാടി കടിക്കാൻ മതി. ഇതാണ്ടോ, കണ്ടോ, ഇത് 2 പേരുണ്ട്. 2 പേര് നല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉറുമ്പ് അടിച്ചിരിക്കുന്നു. കണ്ടോ, ഉറുമ്പ് അടിച്ചിരിക്കുന്നു. അതിൽ ഉപരി ഇതാണ്ടോ, ഇദ്ദേഹത്തിൻ്റെ വയറ് നോക്കിക്കോളൂ. ഇതാ ഇതൊരു ചെറിയ കമ്പ് കണ്ടോ. ഇത് നമുക്ക് സാധാരണ ഇത് കണ്ടോ. എൻ്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് ഇത് കണ്ടോ, എൻ്റെ വയറ് കണ്ടോ, ഈ വയറ് കണ്ടോ, എൻ്റെ അമ്മോ. ഇത് ഇന്ന് ഇണചേർന്നതല്ല കേട്ടോ. ഇവിടെ ഇണചേർന്ന് പുള്ളിക്കാരെയും കരിയില നമുക്കുന്ന സമയത്ത് കാണുന്നു പറഞ്ഞാൽ ഇവരുടെ മാറ്റിങ്ങാണ്. വയറ് കണ്ടോ, എൻ്റെ അമ്മോ. ഈ വയറ് ഫുള്ളായി ആ മുട്ടയിടുന്ന സമയത്ത്, അത് മുട്ടയിടുന്ന മുട്ടയായി വന്ന് പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 50-നടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും. കണ്ടോ, ആ മെയിലിൻ്റെ കണ്ടോ, അതിൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ടോ, നല്ല ക്ഷീണമുണ്ട് കണ്ടോ. അതും എനിക്ക് അദ്ദേഹത്തിൻ്റെ വാലയൊക്കെ, ആണും പെണ്ണും നോക്കുന്നുണ്ടോ, വാലുണ്ടോ, ഫീമെയിലിൻ്റെ വാലുണ്ടോ, കുറുകിയ വാല് കണ്ടോ, മെയിലിൻ്റെ വാലുണ്ടോ, മെയിലിൻ്റെ വാല് നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് 2 അതിഥികൾ, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങൾ അല്ല മുട്ട ഉണ്ട്. ഇത് എന്തായാലും നല്ല ശോഷിപ്പുള്ളതാണ്. 2 പേരും നല്ല എന്താ പറയുക സൈസ്. ഇങ്ങനെ ഇതുപോലുള്ള അതിഥികളുടെ കടി കിട്ടുമ്പോഴാണ് പെട്ടെന്ന് ജീവൻ അപകടം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞക്കിണയിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല, കുഞ്ഞക്കിണയിൽ വലിയ അപകടങ്ങളുണ്ട്. ഫീമെയിൽ അതിഥി പടം പൊഴിക്കാറായി, മറ്റേ അതിഥി പടം പൊഴിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നത് അടുത്ത പടം സെറ്റായി വരുന്നു. ഇനിയിപ്പോൾ പുള്ളിക്കാരെന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് ഇഴഞ്ഞ് അടുത്ത പറമ്പിൽ എന്നും കരിയിലിടാ, തെങ്ങിൻ്റെ അവിടെയും കരിയിലിടാനൊക്കെ, അപ്പോൾ അവിടെയൊക്കെ മാളങ്ങൾ കാണും.
പിന്നെ ഇവർ കൂടുതലും ഈ അണലിയുടെ പ്രത്യേക അണലി ഇണചേരുന്നത് ട്രൈ മേഖലയിലാണ്, ചപ്പുള്ള സ്ഥലത്താണ്, പ്രസവിക്കുന്നതും അങ്ങനെയുള്ള മേഖലയിലാണ്. ഇപ്പം മുറുക്കാണെങ്കിൽ മാളത്തിന് മുട്ടയിടുന്നു, ഇവരങ്ങനെ ഇവർ ചപ്പിനകത്ത് പ്രസവിക്കുന്നു, അല്ലെങ്കിൽ തടിയൊക്കെ അടുക്കി വെച്ചിരുന്നാൽ അതിനകത്ത് പ്രസവിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഓരോ ഇതൊക്കെ പങ്കുവെക്കുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ബുക്ക് വായിച്ചിട്ടോ മറ്റൊരാളുടെ അനുഭവങ്ങൾ കണ്ടിട്ടോ അല്ല. എൻ്റെ യാത്രയ്ക്കിടയിൽ കിട്ടിയ അല്ലെങ്കിൽ പഠിക്കാൻ കഴിഞ്ഞ മനസ്സിലാക്കാൻ കഴിഞ്ഞ പാഠങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന വൃക്കകളെ തകരാറിലാക്കുന്ന വെനം ഇഞ്ചെക്ട് ചെയ്യുന്ന അതിഥിയാണ് ഇദ്ദേഹം. പിന്നെ എനിക്ക് ഇതുപോലെ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു ഓർമ്മയാണ്. ഇതുപോലെ ഒരു അണലി അതിഥി ആലപ്പുഴയിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എൻ്റെ 60-ന് മേളിൽ 60ആണോ 66ആണോ 65ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ വെച്ചാൽ 15 വർഷത്തിന് മേളിലുള്ള കണക്കുകൾ, അതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന എണ്ണങ്ങൾ ഞാൻ എടുക്കാറില്ല അധികം. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. ഇപ്പോൾ 65-ലേറെ കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, 48-ലേറെ മുട്ട, മുറുകൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്, തൊലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 20ഓളം വെള്ളി വരയൻ എന്നറിയപ്പെടുന്ന ചുവർപ്പാമ്പിൻ്റെ മുട്ടയും തൊലിയും കുഞ്ഞുങ്ങളെയും ഇങ്ങോട്ട് കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് നോക്കിയുള്ള നല്ല സൈസിൽ നല്ല ചുരുണ്ടിരിക്കുന്നു, നോക്കിയുള്ള നല്ല ചുരുണ്ട്, നല്ല റിങ്ങി പോലെ. ഈ റിങ്ങി പോലെ വരുന്നത് എപ്പോഴും അപകടമാണ്. ആ റിങ്ങി പോലെ ഇരുന്നിട്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇഴഞ്ഞു പോകുമ്പോഴല്ല, ഈ റിങ്ങി പോലെ ഇരുന്നിട്ട് പെട്ടെന്ന് അവർക്ക് കുതിച്ച് കടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നോക്കിയുള്ളൂ വേണ്ട നോക്കിയുള്ളൂ. ഇപ്പോൾ റിങ്ങി പറയും, ഇനി ഇഴയാണല്ലോ വേണ്ട, ഇത് ഇറയുമ്പോൾ നോക്കിയുള്ളൂ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവർ അധികം സഞ്ചരിക്കുകയില്ല. ഇപ്പോഴും ഓർമ്മ, ഇനി ഇവർ ഇണചേർന്ന് കഴിഞ്ഞാൽ ഇനി അധികം സഞ്ചരിക്കത്തില്ല. അവർ ഏതെങ്കിലും ചപ്പിനകത്തോ അല്ലെങ്കിൽ ഇപ്പോൾ തടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ തടി മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓട് ഇഷ്ടിക കടിക്ക് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ അവിടെയൊക്കെ ഇരിക്കാനാണ് ഇനി ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ തണുപ്പ് ഉണ്ടാവും, ചെറിയ ചൂടുണ്ടാവും, തണുപ്പുണ്ടാവും. അപ്പോൾ അവർക്ക് പുറത്ത് സഞ്ചരിക്കാം. വെള്ളം അനിവാര്യമായ ഒരു പാമ്പല്ല ഇത്. വെള്ളം സാധാരണ മുറുക്കനെ പോലെ വെള്ളത്തിൽ പോയി കിടക്കണം, വെള്ളത്തിൽ പോയി ഇറങ്ങണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല. ഇവർക്ക് വെള്ളം കുടിക്കാൻ അനിവാര്യമാണ്. പക്ഷേ ഡ്രൈ മേഖലയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവർ പുല്ലിൻ്റെ പുറത്തൊക്കെ വന്ന് കിടക്കണം. എണ്ണ ചേർന്നാലും ചില സമയത്ത് ഒരു വെയിൽ കൊള്ളാനായിട്ട് ഇങ്ങനെ പുല്ലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നിവർന്ന് കിടക്കും, ചുരുണ്ട് കിടക്കും. ചിലപ്പോൾ 2-3 ദിവസം കിടക്കും. പടം പൊഴിക്കാറാകുമ്പോഴും 3-4 ദിവസം വെയിൽ കൊള്ളാൻ വേണ്ടി ചപ്പിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ചുരുണ്ട് കിടക്കാറുണ്ട്. നല്ല പ്രത്യേകം അറിയില്ല, നീളമുള്ള പല്ലാണ്, ഏറ്റവും സ്പീഡിൽ കടിക്കാൻ പറ്റുന്നൊരു അതിഥിയാണ്. കടിക്കാൻ അറിയില്ല, ഇതിൻ്റെ എന്താ പറയുക, വലിയ പോലെ ഇങ്ങനെ വായു തുറക്കുമ്പോൾ ഇങ്ങനെ വികസിച്ച് നേരെ ചൂണ്ട മാതിരി അകത്തേക്ക് നമുക്ക് തുളച്ചെടുക്കാൻ കഴിവുള്ള അതിഥി. പക്ഷേ എനിക്ക് ഇവരുടെ കടി കിട്ടിയിട്ടൊന്നും, എനിക്ക് കോബറുടെ മൂർഖൻ്റെ കടി കിട്ടിയ അപകടമൊന്നും ഇവരുടെ കടി കിട്ടിയിട്ട് എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ എന്നും പറഞ്ഞ് നിങ്ങളത് പരീക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം. ഇനി അങ്ങോട്ട് പാമ്പുകൾ അണലി അതിഥികൾ ഇണചേൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ ചപ്പൊക്കെ എടുക്കാമ്പോൾ നമുക്കറിയാം ഉണങ്ങിയ ഇല, ഇപ്പോൾ ഉണങ്ങിയ ആ ഇലയും തട്ടിയിടാമോ, ആ ഇലയും കൂടെ തട്ടിയിടാമോ, ആ കരിയിലും കൂടെ തട്ടിയിടും. ഇത് നോക്കിക്കോളൂ, ഇത് ഇത്തിരി നനഞ്ഞ് കിടന്നാൽ, ഇതിപ്പോൾ നനഞ്ഞതാണ്, ഇതിപ്പോൾ ഇങ്ങനെ കിടന്നാൽ, ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി നനഞ്ഞ് കിടന്നാൽ നമ്മൾ ശ്രദ്ധിക്കും ഇതാണ് ഒരിക്കലും ശ്രദ്ധിക്കും. പക്ഷേ മറ്റേ അതിഥിയുടെയും ഇത് ഈ ഇലയും സെയിമാണ്, നോക്കിക്കോളൂ സെയിമാണ്. അറിയില്ല കൂട്ടി കിടക്കുമ്പോൾ അതിനടുത്ത് ആ ഇല എങ്ങനെ ആമോ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഇല നോക്കിക്കോളൂ, ഈ ഇല നോക്കിക്കോളൂ, ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കിടക്കണം. നോക്കൂ, ഇത് ചപ്പിനകത്തിരുന്ന് അറിയോ, ഇതാണ് ഇതിന് യഥാർത്ഥത്തിൽ തേക്കിൻ്റെ ഇലയും ഇതേ സെയിമാണ്. അതുകൊണ്ട് തേക്കിലെ പുള്ളി എന്നൊരു പേര് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. നല്ല ഉണങ്ങിയ വാഴയുടെ ഇല, ഉണങ്ങിയ വാഴയുടെ കൈ എടുത്താൽ ഇതുപോലെ ഇരിക്കും. രണ്ട് എല്ലാം സെയിമാണ്. അപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ ചെന്ന് ചവിട്ടുമ്പോൾ കടി കിട്ടുന്നു. സൂക്ഷിക്കണം. ഏത് ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പറയുന്നില്ല, ഏത് പെട്ടെന്ന് എങ്ങോട്ട് വേണം പെട്ടെന്ന് തിരിഞ്ഞ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങി കടിക്കാനൊന്നും കഴിയുകയില്ല. അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ഒരു സാളിനെ കടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ഉടനെ ഒന്നും ഇങ്ങോട്ട് കടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അടുത്ത സൈഡിലോട്ടൊക്കെ കടിക്കാൻ പറ്റും. ചിലർ പറയും ഇങ്ങനെ കടിച്ചാൽ തിരിച്ചു വരും, അപ്പുറത്ത് കടിച്ച് തിരിച്ചു വരും, ഇപ്പുറത്ത് കടിച്ച് തിരിച്ചു വരും. ഇങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. എവിടെയാണോ ഇപ്പോൾ എൻ്റെ കയ്യിലാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കടി മാത്രം ഇങ്ങനെ വന്നു പോകാൻ അവർക്ക് ഇങ്ങനെ ഒറ്റ വരക്കം വന്നു പോകാൻ, ഉടനെ തിരിച്ച് അപ്പത്തോട്ട് പോയി കടിക്കാനൊന്നും ഒരു പാമ്പുകൾക്കും കഴിയില്ല.
എണ്ണ ചേർന്നിരിക്കുന്ന സമയത്ത്, മുട്ടയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള അതിഥികളുടെ കടികൾ വളരെ അപകടമാണ്, സൂക്ഷിക്കണം. അണലി അപകടകാരിയാണ്. വീര്യത്തിൽ കൂടുതൽ ശംഖുവരയാണെങ്കിലും കൂടുതൽ മരണം സംഭവിക്കുന്നത് മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റിട്ടാണെങ്കിലും ക്രിട്ടിക്കലായിട്ട് വരുന്നത് അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, വൈപ്പർ എന്നറിയപ്പെടുന്ന, കണ്ണാടി വിര എന്നറിയപ്പെടുന്ന അതിഥിയുടെ കടിയാണെന്ന് മറന്നു പോകാതിരിക്കുക, സൂക്ഷിക്കണം. ചാക്ക് തരാൻ വേണ്ട, ചാക്കുണ്ടല്ലോ അല്ലേ? നമുക്കിവിടെ നമ്മൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ കാലിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അണലി അതിഥികൾ. ഇതിനെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കയ്യിൽ കടി, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് കയ്യിൽ കുടഞ്ഞ് കടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും കടി വീഴാം. ഒരുപാട് പേര് സംസ്ഥാനങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ തൂക്കിയെടുത്ത് കടി വാങ്ങിച്ച് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ സേഫായിട്ട് ചാക്കിലാക്കി ഇദ്ദേഹത്തിന് നമ്മൾ ഇദ്ദേഹത്തിന് ഞാൻ സൂക്ഷിച്ചതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വർഷത്തെ 2025 ലാസ്റ്റാണ് പാമ്പുകൾ അണചേർന്ന് തുടങ്ങുന്നത്. മൂർഖൻ അണലി അണചേർന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ അണലി അതിഥിയുടെ ഇണചേർന്ന 2 അതിഥികൾ, നല്ല ആരോഗ്യമുള്ള 2 അണലി അതിഥികളുടെ, ചേനത്തണ്ട അതിഥികളുടെ, വട്ടക്കൂറ അതിഥികളുടെ, കണ്ണാടി വിരിയൻ അതിഥികളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെയും നന്ദി, നമസ്തേ.